ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു വട്ടയപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 6 മണിക്കൂറോളം കുതിർത്തെടുത്ത അരിയാണ്. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4 ഏലക്ക കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളം ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിലത് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരി കിട്ടുക സെയിം കപ്പിന് തന്നെ. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ നമ്മുടെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമ്മൾ ഇത് വട്ടയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ചേർത്തതിന് ശേഷം ഇതിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം മൊത്തം. ഇനി ഈ മാവ് നമുക്ക് ഈ പാത്രത്തിൻ്റെ ഒരു പകുതി ഭാഗം വരെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് വെച്ചിരിക്കുന്നത്. അത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഒരു തട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ചതിന് ശേഷം നമുക്ക് ഈ വട്ടയപ്പം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തണുത്തതിന് ശേഷം മാത്രമേ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാവൂ. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.